ഗവൺമെന്റ് ഓണ കിറ്റ് വിതരണം ചെയ്യും. ചായ ഓണക്കിറ്റ് ഇപ്പൊ ഇക്കുറി എല്ലാവർക്കും ഉണ്ടാവുക. കിട്ടിയ നമുക്ക് ഉപകരിച്ച നബീസോ, ഗവൺമെന്റിന്റെ കാര്യമല്ലേ ഇപ്പൊ ഇതൊക്കെ. പിന്നെ നമ്മളെ യൂട്യൂബിന്റെ പരിപാടി നിർത്തുകയാണ്. നല്ല രീതിയിൽ പോണില്ലേ നമ്മളെ യൂട്യൂബ്? പിന്നെ എന്തിനാ ഞങ്ങൾ നിർത്തണോ? എത്ര നബീസോ ഈ യൂട്യൂബ് ആയിട്ട് നടന്നിട്ട് കാര്യമുള്ളത്? 1.5 ലക്ഷം ഉറുപ്പ്യ നമുക്ക് മാസം കിട്ടണുള്ളൂ. അതിലിപ്പോ ആ മൈമുട്ടിക്ക് കായ് കൊടുക്കണം, ആ കുഞ്ഞോന് പറഞ്ഞ ചെക്കന് കായ് കൊടുക്കണം, ആ സംസു പറഞ്ഞ ചെക്കന് കായ് കൊടുക്കണം, പിന്നെ നമ്മളാ ടൈലർ കുട്ടി ഉണ്ടല്ലോ ഓനും കായ് കൊടുക്കണം. അല്ലാതെ ഇപ്പൊ ഇവരൊന്നും വരൂലല്ലോ. എന്നാ തന്നെ മൈമുട്ടി പറയുന്നുണ്ട് മാസം 25 പോരാ വീരാങ്കാക്ക, ഇച്ചൊരു 50,000 ആക്കി തരണം. ഇതൊക്കെ പാടെ എങ്ങനെ കൊടുത്ത് നമ്മളിത് മുന്നോട്ട് പോവുക? ദത്ത മനസ്സങ്ങൾ ഈ പറയുന്നത് മൈമുട്ടിക്ക് മാസം 25,000 കൊടുത്തിട്ട് ഓന് പോരാന്നാ, 50 വേണമെന്നാ. അതൊക്കെ തന്നെ അല്ലേ നബീസോ ഞാൻ ഇപ്പൊ ഈ പറയേണ്ടത്. ഈ 1.5 ലക്ഷം ഉറുപ്പ്യ കിട്ടിയത് ഇവൽക്കൊക്കെ ഓരി വെച്ചാ പിന്നെ എത്താ ഉണ്ടാകുക? ഞാനിങ്ങേ സിൽമിക്ക് ഇറങ്ങുകയാണ്. സിൽമൈ സംവിധാനം ചെയ്തിന്റെ ഒരാളിച്ച് പൊളിച്ചിരുന്നു. അപ്പൊ പുതിയ സിനിമ ഇറക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിനെ ഒരു 75 ലക്ഷം ഉറുപ്പ്യ നിങ്ങളെ ഇറക്കി തരികയാണെങ്കിൽ നമുക്ക് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകാന്നോ പറഞ്ഞു. പഠിച്ച റബ്ബേ, 75 ലക്ഷം മുടക്കിക്കാണ് നിങ്ങൾ സിനിമയ്ക്ക് ഇറങ്ങാ. ഈ ഉള്ള പോക്ക് പോയാ പോരെ? 75 ലക്ഷം മുടക്കിയാ നബീസോ, ഈ സിനിമ ഇറങ്ങിയാലേ ഒരു 3-3.5 കോടി ലാഭം കിട്ടുന്ന ആ സംവിധാനം ചെയ്തിന് ചെക്കൻ പറഞ്ഞത്. പിന്നെ ഞമ്മക്ക് അതിലേ ചെറിയ വയസ്സന്മാരെ ബേസൊക്കെ അഭിനയിച്ചും ചെച്ചാന്ന് പറഞ്ഞു. ഞമ്മക്കല്ല, നിങ്ങക്ക്. നബീസ ഈ യൂട്യൂബിൽ തന്നെ വന്നത് നിങ്ങളെ തൊഴിലക്കടോണ്ട് വന്നതാണ്, അല്ലാതെ സിനിമയ്ക്കൊന്നും ഇന്നെ കാക്കണ്ട. നിങ്ങള് ഈ യൂട്യൂബിൽ മാത്രം ഇങ്ങനെ കൂടണ്ട, സിനിമയിലൊക്കെ ഒന്ന് കൂടിക്കോ. ഇപ്പൊ അന്നെ ഈ കേരളത്തിൽ കുറച്ച് ആൾക്കാരല്ല എന്നെ അറിയണുള്ളൂ. ഈ യൂട്യൂബിൽ വന്നതിന് ശേഷം സിനിമയിൽ വന്നാലേ ഇന്ത്യയിലുള്ള ആൾക്കാർ മുഴുവൻ എന്നെ തിരിച്ചറിയും. ഇച്ചി ഈ ലോകം ഒട്ടാകെ അറിയുന്ന നടിയൊന്നും ആവണ്ട, അത് നിങ്ങൾ നടി നടനൊക്കെ ആയിക്കോളി. ഇച്ചി ഈ അടുപ്പുംകടിയിൽ ഇന്ന് പാത്രം കേൾക്കാണ്ട് കഴിഞ്ഞാ മതി. അല്ല കുനു സാറേ, നിങ്ങൾക്ക് എങ്ങനെ പ്രൊഡ്യൂസറെ കിട്ടി? അതെ, ഒരു യൂട്യൂബ് ചാനലുള്ള ആളാണ്, നിങ്ങൾ അറിയും, കണ്ടിട്ടുണ്ടാവും ചിലപ്പോ. ബീരാൻക അറിയും. ആ ബീരാൻക ആളെനിക്ക് പിടിയിട്ട് കുറച്ച് പ്രായം കൂടിയ ആളല്ലേ. മൂപ്പര് ഇതിനുള്ള ഫണ്ടൊക്കെ ഇറക്കാൻ കഴിയുമോ? ഓ, ഫണ്ടൊക്കെ ഇറക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് യൂട്യൂബിൽ നിന്നൊന്ന് മാറിയിട്ട് സിനിമയ്ക്ക് ഇറങ്ങാനാണ് മൂപ്പരെ മോഹം. പ്രായ കൂടുതലുള്ള ഒരാളാണ്. ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലക്ക് അതിന് ഒരു പഞ്ച് കിട്ടുമോ? അതൊക്കെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. മൂപ്പരെ രൂപം മാറ്റണം, പേരൊന്ന് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ തയ്യാറാണ് മൂപ്പര്. എനിക്ക് പ്രൊജക്റ്റ് ഒന്നും നടക്കണില്ല, നല്ല കഥകളല്ല. ഒന്നാമത് നിങ്ങൾക്ക് ഇവിടുന്ന് ഈ കഥ കിട്ടി ഒരു 70-75 കാലഘട്ടത്തിലെ പ്രവാസികളെ കഥയാണ് ഇത്. ഞമ്മക്ക് തന്നത് ഉബൈദ് തലകാബ് പറഞ്ഞ ഒരാളാണ്. ഉബൈദ് തലകാപ്പോ? ഞാൻ ഇയാളെ പേര് ആദ്യമായിട്ടുള്ള കേൾക്കുന്നത്. പുള്ളി നോവലൊക്കെ എഴുതുന്ന ആളാണ്, സിനിമക്ക് ആദ്യമായിട്ടാണ് കഥ എഴുതുന്നത്. നിങ്ങളെ പ്രൊജക്റ്റ് വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു, താങ്ക് യു. എത്ര? ആ വേണ്ട വേണ്ട, ഇനിയിപ്പോ ഇത് മതി. എത്ര മുട്ടേ മെമ്പറായിക്കൊക്കെ ഏറ്റവും എടുക്കാച്ച് പോണു? ഞാൻ എവിടേക്കും പോണില്ല, ഇത് പെരീക്കേനാണ്. അവിടെ പേരക്കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അറ്റേക്ക് തിന്നാൻ വേണ്ടി വാങ്ങേണ്ടതാണ്. എനിക്കിപ്പോ എന്താ മെമ്പറായിക്കൊക്കെ പെരീക്ക് പേരക്കുട്ടിയൊക്കെ കൊണ്ടുപോവല്ലോ. മാസം 25,000 ഉറുപ്പ്യാന്റെ മേലേക്ക് ഞാൻ എനിക്ക് തരുന്നുണ്ടല്ലോ. നിങ്ങൾ തരണ്ടോന്ന് എനിക്ക് തയ്യുന്നില്ല. അല്ല, ഞാനൊരു വർത്താനം കേട്ടു, നിങ്ങളിപ്പോ യൂട്യൂബൊക്കെ നിർത്തിക്കാണ്ട് സിനിമ തുടങ്ങുന്നുണ്ടെന്ന് വർത്താനം. എനിക്കിപ്പോ ഞാൻ തന്ന കായൊന്നും തയ്യില്ല. അജ്ജാദ്യം ആഡംബര പരിപാടിയല്ലേ ഇപ്പൊ എന്റെ അടുത്ത്. യൂട്യൂബിന്റെ പരിപാടിയൊക്കെ നിർത്തി തന്നെയാണ്. സിനിമ തുടങ്ങുകയാണ് ഇനി. അയിമല 10 ഉറുപ്പ്യ കിട്ടുള്ളൂ എന്ന് ആൾക്കാർ പറഞ്ഞു കേട്ടു. അത് ഇച്ചൊരു കാര്യം പറയാനുണ്ട്. എന്തായാലും ഞമ്മക്ക് അതിലൊരു ചാൻസ് നിങ്ങൾ തരണം. ഞാൻ നിങ്ങൾ യൂട്യൂബിലൊക്കെ നന്നായിട്ട് അഭിനയിച്ചിരുന്നല്ലോ, നിങ്ങൾക്ക് അറിയില്ല. അതിൽ കമന്റിലൊക്കെ ഇങ്ങനെ കാക്കാം, മൈലാഞ്ചിത്തായിട്ട് കാക്കാം, മൈലാഞ്ചിത്തായിട്ട് കാക്കാന്നിങ്ങനെ. അപ്പൊ അതേമാതിരി ഇതിന് ഞാൻ ഒന്ന് കസർത്തി തരണ്ട്. മൈമുട്ടിയെ, ഇത് എനിക്ക് കസർത്താൻ പറ്റിയ സംഗതി ഒന്നും അല്ല. ഇതൊക്കെ ചെറുപ്പക്കാർ ചെക്കന്മാരും ചെറുപ്പക്കാർ പെണ്ണുകളും ചെയ്യുന്ന പരിപാടിയാണ്. അന്നതിനൊന്നും പറ്റൂല. അന്നൊന്നും ഞാൻ ഈ കണക്കിൽ കൂട്ടിയിട്ട് തന്നെ അല്ല. ഇച്ചിരി അതിന് തല കാട്ടിയാൽ മതി. കാരണം ഇത് ഇവിടെ എങ്ങനെ ബട്ടൺ ചിറ്റി കഴിഞ്ഞാൽ പരിപാടിയല്ല നമ്മൾ യൂട്യൂബ്. ഇത് ലോകം മുഴുവൻ കാണില്ലേ, അതുപോലെ ഈ ശമ്പളം തന്നീം തിരക്കിടില്ല. ഏതായാലും ഞാനേ സിനിമ സംവിധാനം ചെയ്തിന്റെ ആളോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. വയസ്സന്മാരെ വല്ല റോളും ഉണ്ടെങ്കിലേ ഞാൻ എനിക്ക് തരണ്ട്. അന്നാ എവിടെങ്കിലും കുത്തി കൊളിച്ചാൽ നോക്കോണ്ടി. ആ സാറേ,
ഇന്നലെ ഫംഗ്ഷൻ കഴിഞ്ഞ ഇവന്റ് ടീം വരുന്നുണ്ട്. അപ്പോൾ സാധനമൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അവരെ നീ സെറ്റിൽമെന്റ് ആക്ക്. പിന്നെ ഒരു റമ്മ് കൊണ്ടുവരണം. ഓക്കെ സാർ. ആരാ സാറുണ്ടോ ഉള്ളില്? സാർ അകത്തുണ്ട്, ഞാൻ പറയട്ടെ കേട്ടോ. സാറ് പുറത്തൊരു സ്ത്രീ വന്നിട്ടുണ്ട്. വരാൻ പറയൂ. സാർ, ഞാൻ പത്രത്തിലെ നടിമാരാവശ്യമുണ്ടെന്നൊരു പരസ്യം കണ്ടിരുന്നു. അത് കണ്ടിട്ട് വന്നതാ. അത് ശരിയാണ്. ഇന്റർവ്യൂ നടക്കുന്നുണ്ട് ഇപ്പൊ. നിങ്ങളടുത്ത് നടിമാരുണ്ടായിരുന്നോ? ഞാൻ തന്നെ നടി. ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ചെയ്യാറുണ്ട്. ഓക്കെ. നീ പോയിട്ട് കടയിൽ നിന്ന് 2 ജ്യൂസ് വാങ്ങിക്കൊണ്ട്. ചേച്ചി നിങ്ങളെ പേരെന്താ? എന്റെ പേര് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റിയിട്ട് ഇപ്പൊ സാവിത്രി എന്നാണ്. സാവിത്രി, അമ്മവേഷം ചെയ്യാൻ ആള് എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടതേ യുവ നടിമാരാണ്. അത് നിങ്ങളെ അടുത്തുണ്ടോ? അപ്പൊ എനിക്ക് ചാൻസ് ഇല്ലല്ലേ? ഞാൻ നല്ല പ്രതീക്ഷയിൽ വന്നതായിരുന്നു. യുവനടിമാരൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അവരോടൊന്ന് ചോദിക്കട്ടെ, എന്നിട്ട് പറയാം കേട്ടോ. നിങ്ങളെ അവരോട് പറഞ്ഞിട്ട് എനിക്ക് വിളിക്ക്. എന്റെ നമ്പർ ഇതാ. ഈ എറണാകുളത്ത് വെച്ചിട്ട് ഇന്റർവ്യൂ ഉണ്ടാവും. അവരെ കൂടെ സാവിത്രി വന്നോളൂ. എന്തെങ്കിലും വേഷം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. സാർ, മാക്സിമം നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഉൾപ്പെടുത്തണം പ്ലീസ്. ഓക്കെ, നോക്കാം. സെലക്ഷൻ ആവുകയാണെങ്കിലേ ഗോവയിലേക്കാണ് ഷൂട്ടിങ്. അപ്പൊ അങ്ങോട്ടൊക്കെ വരേണ്ടി വരും. അത് അവരോട് പറഞ്ഞോണ്ടി. എനിക്ക് അവർ തയ്യാറാവും. പക്ഷെ എനിക്ക് വേഷം തന്നില്ലെങ്കിൽ എനിക്കൊരു കമ്മീഷനെയും തരേണ്ടി വരും കേട്ടോ. ഓ, അതൊക്കെ നമുക്ക് സെറ്റാക്കാം. നടിമാര് നല്ല ഭംഗിയുള്ളവരാവണം കേട്ടോ. എവിടെയാടാ മജീദ്? കാണുമ്പോ എന്നെ മുങ്ങി അടക്കണോ? കുട്ടിയാ അവിടെ വെക്ക്. എന്ത് വിചാരിച്ചേ? ഞാൻ വെറുതെ വിളിച്ചാണ്. ഇതെത്താൻ ഏർപ്പെട്ടി പണി. ഞാനേ മകന് പെരപ്പണി നടക്കുന്നുണ്ട്. അപ്പോൾ ജനാലും കട്ടിലൊക്കെ ഉണ്ടാക്കാൻ കൊടുത്തിട്ടുണ്ട് ആ മജീദിന്റെ കടയില്. കേസ് ഇപ്പൊ എല്ലാരും ഇരുമ്പിന്റെ ജനാലും കട്ടിലും വെക്കുന്നുണ്ട്. ഇജിപ്പോ എന്താ ഈ മരത്തുമ്പോ കൂടി? അത് പറമ്പിലൊരു പിലാവ് നീന്നു, അത് വെട്ടിക്കാണ്ട് അതുകൊണ്ടാണ് പണിയെടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. അല്ല, എന്റെ യൂട്യൂബിന്റെ മുതലാളി ബീരാങ്കാക്ക സിനിമ തുടങ്ങിയിട്ടാണ്. ശരിയാണ്? ബീരാങ്കാക്കൊക്കെ പഴയ പേരാണ്. ഇപ്പൊ ബീരാങ്കാക്കല്ല, ഇപ്പൊ ബീര് കോട്ടപ്പോഴാണല്ലോ. ഞാൻ 10 ദിവസമായിരുന്നത് സിനിമ തുടങ്ങുന്നുണ്ട്. അതേ, ഞാൻ 10 ദിവസം കണ്ടപ്പോ ചോദിച്ചു ഒരു ചാൻസ് തരുമോന്ന്. ഞാൻ ഇപ്പൊ അയാളെ യൂട്യൂബിലൊക്കെ അഭിനയിച്ചെന്നല്ലേ. അപ്പൊ എന്നോട് പറഞ്ഞു ആ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാർക്കൊക്കെ ഉള്ളൂന്ന്. അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്റെ കയറപ്പിൽ എനിക്കൊരു ചാൻസ് കിട്ടുമെന്ന് വെച്ചാക്കാൻ നിൽക്കുന്നു. ഞാൻ നാളെ അയാളെ കട്ടക്കാലത്തിന് ബീരാങ്കാന്ന് വിളിച്ചു. അയാളുണ്ട് ഈറടിച്ചിന്റെ മേത്തേക്കും ചാടിയില്ലേ. അയാളിനോട് എന്റെ പേര് അതല്ല, ഇപ്പൊ ബീരു എന്നാണെന്ന് പറഞ്ഞു. അയാൾക്ക് സംവിധാനം ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ടോ? സംവിധാനം ചെയ്യണമെന്ന് അയാൾക്ക് അറിയില്ല. അയാളാണ് കായ് മുടക്കേണ്ടത്. സംവിധാനമൊക്കെ ചെയ്തിട്ട് തമിഴിലുണ്ട് ഒരാള്, ഒരു പേരച്ച സംവിധായകൻ എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞതാട്ടോ, കുഞ്ഞു പറഞ്ഞിട്ടൊരാള്. ഞാനും കേൾക്കാണ് ഫസ്റ്റില്. അനക്ക് എന്തായാലും ചാൻസ് കിട്ടാതിരിക്കൂല. അങ്ങനെയാണെങ്കിൽ എനിക്കും കൂടി ഒരു ചാൻസ് ചോദിച്ചു നോക്കുള്ളൂ. സിനിമയല്ലേ, ഒന്ന് മോൻ കാട്ടാൻ പറ്റിയ നല്ലതല്ലേ. എവിടെ ബാഗിന് കൊണ്ടുവരാൻ ചെയ്. നേരം കൊറേ ആ കുഞ്ഞോടെ കാത്തുക്കുണ്ടാവും. ഇതൊക്കെ മനസ്സങ്ങളാ ഈ കോലം. ആ സുക്കൂറിന്റെ ഫാനും കുപ്പായും കണ്ണാടിയും വെച്ചുക്കോണം. ഈ സൂസ് പോവാൻ ചീത്ത അറിയങ്ങളെ ഇട്ടാല്. നബീസു, എനിക്കറിയാം ഇത് സുക്കൂറിൻ്റെതാണെന്നേ. ഇതൊരു സ്റ്റൈലല്ലേ. കുഞ്ഞു പറഞ്ഞിട്ടുണ്ട് പോരുന്ന സമയത്ത് നല്ല സ്റ്റൈലിൽ വരണമെന്ന്. അല്ല മനസ്സാ, നിങ്ങള് ബാഗിന് വിളിച്ചപ്പോ നിങ്ങൾ നബീസുന്ന് ആദ്യത്തെ വർത്താനം തന്നെ. ഇപ്പൊ നിങ്ങക്ക് സ്റ്റൈലാക്കിക്കോളി. നിങ്ങള് നാളെ നിങ്ങൾ ഈ വർത്താനം ഇതിപ്പോ എങ്ങനെ? നബീസു, ഇതൊക്കെ കുഞ്ഞു പറഞ്ഞതാണ്. സംസാരമൊക്കെ ചേഞ്ച് ചെയ്യണമെന്ന്. ചേഞ്ച് ആക്കി ചെന്നാൽ മാത്രമേ ഗോവയിലെ ആ റിസോർട്ടിലേക്ക് നമ്മൾ കയറ്റുകയുള്ളൂ. അതല്ലേ നബീസു ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അവിടെ എത്തുമ്പോഴേക്കും സംസാരം ക്ലിയർ ആകും. പഠിച്ച റബ്ബേ, ഒരു സിനിമ തുടങ്ങണുള്ളൂ നിങ്ങള്. അതെ, സിനിമകളിൽ എത്തുമ്പോഴേ നിങ്ങളെ വർത്താനം എന്തേ കാരം? നബീസു, ആ ബാഗ് തരൂ. നീ ഇതിൽ സ്പ്രേ ഒക്കെ വെച്ചിട്ടില്ലേ? സെന്റും കുപ്പിയൊക്കെ വെച്ചുക്കണു. എന്ത് സെന്റ് സ്പ്രേ എന്നൊക്കെ പറയൂ. എന്നാൽ ഞാൻ പോട്ടെ നബീസു. പഠിച്ച റബ്ബേ, ഇനി എന്തൊക്കെ കാണാൻ കിടക്കണോന്നാവോ. അല്ല റിജു, ഇജു ഗോവയ്ക്കൊന്നും പോയിട്ടില്ലേ? നിങ്ങളെ യൂണിറ്റ് ഒന്നിച്ചാണ്ട് പോയിട്ടുണ്ടല്ലോ ഗോവയ്ക്ക്. ഇല്ല ജോണേട്ടാ, ഞാൻ പോയിട്ടില്ല. അവിടെ 4-5 ദിവസത്തെ ഷൂട്ടിങ്ങേ ഉള്ളൂ. അപ്പൊ കുറച്ച് ടീം മാത്രമേ പോയിട്ടുള്ളൂ.
നിങ്ങളെ ഡയറക്ടറും പ്രൊഡ്യൂസറേ അവിടുന്ന് റിസോർട്ടിലൊക്കെ ഇരുന്നിട്ടുള്ള ഫോട്ടോകളൊക്കെ എനിക്ക് വിട്ടുതന്നിരുന്നു. ആ ഫോട്ടോ ഒക്കെ വിട്ടെന്നോ? ആ ഷൂട്ടിംഗ് ദുബായിൽ വെച്ച് നടത്തേണ്ടതായിരുന്നു. ബഡ്ജറ്റ് കുറക്കേണ്ടത് കാരണം ഗോവയിലേക്ക് മാറ്റിയതാണത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ സംവിധായകൻ കുനു സാറുമായിട്ട് ഞാൻ സംസാരിച്ചതാണ്. ഈ പ്രോജക്റ്റില് പുതുമുഖങ്ങളാണ് കൂടുതൽ അല്ലേ? ഈ ഫിലിമില് പുതുമുഖങ്ങളെ കൊണ്ടുവന്ന് കുനു സാറിന് നിർബന്ധമായിരുന്നു. ബാബുവോ, മുടി കറുപ്പിച്ചേണ്ട സാധനം ഉണ്ടോ? മൂട്ടി കറുപ്പിക്കേണ്ട സാധനം പടലായ സാധനം ഞാൻ കൊടുന്നേക്കലില്ല. എൻ്റെ അടുത്ത് അല്ലെങ്കിലും ആ വക സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. എന്താ എനിക്ക് അതൊക്കെ ഒന്ന് കൊടുന്നെച്ചാല്? ഇപ്പൊ എല്ലാരും കറുപ്പിച്ചോലാണ്. എന്താ ചൂടോട്ടൂടെ? അല്ല, ഇഞ്ചി തലയിൽ മുണ്ടിട്ട് നടക്കലല്ലേ? എന്റെ ബീനും ഗീനും ഒക്കെ ടിവിയും മൊബൈലൊക്കെ തുറന്നു നോക്കാൻ അറിഞ്ഞു നിൽക്കുകയാണ്. ചീരാപ്പ് പനിയായിട്ടേ തലയിൽ കെട്ടിയതാണ്. നമ്മൾ എത്ര മാറി നടക്കണോ? എന്റെ ബീനുവിനും ഗിരുവിനും ഒന്നും ഇപ്പൊ അടുത്തൊന്നും ജാമ്യം കിട്ടൂല. ഇജായി പെട്ടിട്ടില്ലേ? ഞാനൊന്നായി പെട്ടിട്ടില്ല. ഗോവയിലാണല്ലോ ഇത് ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ടത്. അവർക്ക് ഞാൻ പോയിട്ടില്ല. പിന്നെ എനിക്ക് കിട്ടിയ റോളേ ഇത്ര പ്രായം ആണ്ടാണ് കോഴിക്കോട്ട് നിന്ന് ഒരു ചങ്ങായിനകത്തൊക്കെ പോയിക്കേണ്ടത് പോലെ. ഓൾക്ക് അങ്ങനെ വേണം. ഇജ് നല്ല പറ്റിക്കൊണ്ടുള്ള കാര്യം പറയാലോ. ഓൾക്ക് ചെറുപ്പക്കാരെ പറ്റുള്ളൂ. നമ്മളൊരു ചാൻസ് വെച്ചപ്പോ ഓൾക്ക് വലിയ തുള്ളലായിരുന്നു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ ചങ്ങായിന്റെ ഇനി ബാപ്പിത്തെ പേരൊക്കെ മാറ്റിക്കാണ്ട് വേറൊരു പേരൊക്കെ ഇടലും അയാൾക്ക് തുണി കുപ്പാൻ വേണ്ടി നിങ്ങൾ ഒരു പാൻറ്റും ഒരു ലൂസുള്ള ട്രൗസറും ഒക്കെ ഇട്ടിക്കാണ്ടേ ഭർത്താനം പറിച്ച് നമ്മൾ മലയാളത്തിൽ നിന്നൊക്കെ മാറിയിരുന്നു. ഞാൻ ഒരു ദിവസം ഭർത്താനം വന്നപ്പോൾ ആരപ്പം ഈ പറഞ്ഞു വെച്ചിരിക്കുക വിചാരിച്ചു ഞാൻ. അങ്ങനെയൊക്കെയാണ് കാട്ടിക്കൂട്ടൽ. അപ്പം അതൊക്കെ ഓരോ തലയിലേത്താണ്. എത്ര കായാണ് ആ ഒരു സമയം വന്ന് കണ്ടാണ് ഇതൊക്കെ കെണി നയിക്കുന്നുണ്ട്. ഓരോ പേരും പറഞ്ഞു കണ്ട് എത്ര കായ സാധു ഇറക്കിക്കണം. പൊന്നാര കേസ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾക്ക് ആ യൂട്യൂബ് ചാനലിട്ട് ഇങ്ങനെ പോയാൽ മതിയെന്ന് വലിയ കുഴപ്പമില്ലാതെ പോയി ചെയ്യുന്നത്. പൊന്നാര മക്കളെ, ഇതൊക്കെയാണ് നമ്മളെ സിനിമാ ലോകത്ത് നടക്കേണ്ട കാര്യങ്ങള്. ഇത് ശരിയാ തെറ്റാന്നൊന്നും ഞമ്മക്ക് അറിയില്ല. പക്ഷേ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചളി വാരി തേക്കുന്ന പരിപാടി ഉണ്ടല്ലോ, കുറച്ചൊക്കെ ഇവർക്ക് കിട്ടണം എന്നുള്ളൊരു അഭിപ്രായം കൂടി ഇച്ചുണ്ട്. കാരണം ഇവൾക്കൊക്കെ ഒരു തലക്കാനേനു. ഇത് ഞങ്ങൾ വലിയ ആൾക്കാരാണ്, ഞങ്ങൾ സിനിമയിൽ വന്നതിന് ശേഷം അങ്ങനെ ഇങ്ങനെ എന്നുള്ളൊരു ചിന്തയായിരുന്നു. ഇവരൊക്കെ വലുതാക്കി നമ്മളെ പോലത്തെ സാധാരണക്കാരനാണ്. പക്ഷെ ആ ഒരു ചിന്ത ഒന്നും ഇവർക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവരൊക്കെ നല്ലോ അനുഭവിച്ചതെന്നാണ് ഈ ബീരാങ്കാന്റെ അഭിപ്രായം.